ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ നമ്മുടെ ഈ വാർത്താ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, 24 കാണുന്നവർക്ക് ഈ പെൺകുട്ടികളെ തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ വേഷം, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ വസ്ത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. SKN വൈകിട്ട് 3 മണിയോടെയാണ് ഞാൻ ഈ സമീർ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് മുംബൈയിലേക്ക് വന്നിട്ടുണ്ടാവാമെന്നൊരു സംശയം എന്നോട് പറയുന്നത്. അത് പിന്നാലെ മുംബൈയിലെ മലയാളി സുഹൃത്തുക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടു. ഇവിടെ ഫെയ്മ യാത്രാ സഹായവേദി പോലെ ഈ കാണാതായി മുംബൈയിലെത്തുന്ന പലരെയും മുൻപ് കണ്ടെത്തിയിട്ടുള്ള കൂട്ടായ്മകളുണ്ട്, അവരുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ സലൂണിലേക്ക് നമ്മൾ എത്തുന്നതും സലൂണിൽ നിന്ന് നമുക്ക് നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നതും. ഏതായാലും സലൂണിൽ ഞാൻ ഈ മുടി വെട്ടിയ ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കുട്ടികളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നു എന്നതാണ്. കാര്യമായി പൈസയൊന്നും ഇല്ലാതെയല്ല ഈ കുട്ടികൾ വന്നിട്ടുള്ളത് എന്നതാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങൾ ഏതാണ്ട് അതേ വസ്ത്രം തന്നെയാണ്. ആ ബ്ലാക്ക് ടീഷർട്ടും ആ ഡിസൈനും ഒക്കെ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളുമുള്ളത്. അതുകൊണ്ട് ഈ തിരൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നീട് കുട്ടികൾ വസ്ത്രം മാറിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് അതേ ഡ്രസ്സിൽ തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താനാണ് സാധ്യത. ഏതായാലും അധികം ദൂരം പോകാൻ സമയമായിട്ടില്ല, ഏതാണ്ട് 1-1.5 മണിക്കൂർ ആവുന്നേ ഉള്ളൂ ഈ സലൂണിൽ നിന്ന് അവർ പുറത്തേക്ക് പോയിട്ട്. അതുകൊണ്ട് ഈ മുംബൈയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമോ, അല്ല ഇനി തിരികെ പൻവേലിലേക്ക് പോയിട്ടുണ്ടാകുമോ, അല്ല കുർളയിലേക്ക് എത്തി നാളെ ഈ മടങ്ങി പോകാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഏതായാലും അധിക ദൂരം പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ഈ മുംബൈയിൽ തന്നെ എവിടെയോ ഈ കുട്ടികളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ മലപ്പുറം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, പോലീസിന് കൈമാറി എന്നതാണ് ഈ സലൂൺ ഉടമ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ തരത്തിൽ കൂടി മുംബൈ പോലീസിൻ്റെ കൂടി ഒരു സഹായത്തോടെ ആയിരിക്കും ഇനിയിപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോവുക. എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഈ യുവാവ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പോലീസിൻ്റെ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ നേരത്തെയൊക്കെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുക്കുന്നില്ലെങ്കിൽ കൂടി അയാളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇയാൾ കുർള ഭാഗത്തേക്ക് പോയി എന്നതാണ് എനിക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല, യുവാവ് അക്കാര്യത്തിൽ സമ്മതിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ ആദ്യം തന്നെ ഒരുപക്ഷെ യുവാവായിരിക്കും പിടിയിലാവുക, അതിനുശേഷമായിരിക്കും ഈ കുട്ടികളിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഇവിടെ തുടരുമോ, അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഇത്ര ഗുരുതരമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിരിച്ചു മടങ്ങാനുള്ള പദ്ധതികൾ ആലോചിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും വ്യക്തതയില്ല. ഇന്നിപ്പോൾ രാത്രി നാട്ടിലേക്ക് ഏതായാലും ട്രെയിനുകളില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും തങ്ങാനുള്ള സാധ്യത അടക്കമുണ്ട്. കുട്ടികളുടെ കൈവശം പൈസയുണ്ട്, പണമുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ആ തരത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. സമീർ, യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവരെ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ എവിടെ അറിയിക്കണമെന്നാണ് അവർ പറയുന്നത്? SKN ഇതുമായി ബന്ധപ്പെട്ട് താനൂർ പോലീസിലും അതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കളെയും കൃത്യമായി തന്നെ വിവരം അറിയിക്കണമെന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ പെൺകുട്ടികൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഈ അശ്വതി ഒരു ബ്ലാക്ക് ടീഷർട്ട് ധരിച്ചാണ് നിലവിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇന്ന് ലഭിച്ച ദൃശ്യങ്ങളിലും ആ ബ്ലാക്ക് ടീഷർട്ടും ഒരു പാൻറ്റും തന്നെയാണ്. എന്നാൽ ഈ ഷഹദയും മറ്റൊരു കളർ ടീഷർട്ടും പാൻറ്റും ധരിച്ച നിലയിലാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ ബന്ധുക്കളുടെ നമ്പർ 8848656338 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഈ പെൺകുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് തിരൂരിലെത്തിയ CCTV ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുംബൈയിലെയും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇത് വാർത്തയായ സമയത്ത് പെൺകുട്ടികൾ ഈ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നുള്ള സംശയവും ബലപ്പെടുകയാണ്. പ്രത്യേകിച്ച് യുവാവടക്കമുള്ളവർ പെൺകുട്ടിയുടെ സംഘത്തിൽ നിന്ന് മടങ്ങിയ ഒരു സാഹചര്യത്തിൽ 16 വയസ്സ് മാത്രം പ്രായമായ ഈ 2 പെൺകുട്ടികൾ എങ്ങനെ മുംബൈ പോലെയുള്ള ഒരിടത്ത് എത്ര സമയം എത്ര നേരം ഇങ്ങനെ കഴിച്ചുകൂട്ടും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒന്നും തന്നെ കൃത്യമായി വലിയ ധാരണയുള്ള കുട്ടികളല്ല. ഈ +2 മാത്രം പഠിക്കുന്ന കുട്ടികളാണ്, പഠനത്തിൽ വലിയ മികവ് പുലർത്തുന്ന കുട്ടികളുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷോ ഹിന്ദിയും അങ്ങനെ വലിയ തരത്തിൽ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു കുട്ടികളല്ല ഇവർ. അതുകൊണ്ട് തന്നെ യുവാവും കൂടി ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്വാഭാവികമായും അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് മടങ്ങാൻ തന്നെയായിരിക്കും ഇവരുടെ തീരുമാനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ടൂറിന് പോകാൻ മാതാപിതാക്കൾ അനുവദിക്കാത്തതിനാൽ ഈ പെൺകുട്ടി ഇവിടെ നിന്നും നാട് വിട്ട് കോയമ്പത്തൂർ വരെ പോയിരുന്നു എന്നുള്ള വിവരം പോലീസും പങ്കുവെക്കുന്നുണ്ട്. പിന്നീട് കോയമ്പത്തൂരിൽ നിന്ന് ബന്ധുക്കളെ ഈ പെൺകുട്ടി ബന്ധപ്പെടുകയും അങ്ങനെ നാട്ടിലേക്ക് എത്തുന്ന ഇതിന് മുൻ ഒരു കഥയൊക്കെ തന്നെ അല്ലെങ്കിൽ മുൻ അനുഭവമൊക്കെ തന്നെ ഈ ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫാത്തിമ ഷഹദയും അശ്വതിയും ദീർഘനാളായി വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവർ അല്ലെങ്കിൽ പോലും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്.
എന്നുള്ളതാണ്. ഇതിൽ ഒരു കുട്ടിക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നത്, മറ്റു കുട്ടിക്ക് പരീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും 2 കുട്ടികളും സ്കൂളിലേക്ക് പരീക്ഷക്കാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിലേക്ക് പോയത്. പിന്നീട് ഈ എക്സാം സെന്ററിൽ കുട്ടികൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ സ്കൂൾ അധ്യാപകരാണ് വീട്ടുകാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോഴാണ് ഈ വീട്ടുകാർ ഈ പെൺകുട്ടികൾ മുങ്ങിയ കാര്യം അല്ലെങ്കിൽ കാണാതായ കാര്യം വീട്ടുകാർക്കൊക്കെ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് വലിയ തരത്തിലുള്ള തിരച്ചിലിലേക്ക് അടക്കം പോലീസും ഈ ബന്ധുക്കളും അടക്കം കടക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. പിന്നീട് ഏറ്റവും ഒടുവിൽ പോലീസിൽ ലഭിച്ച ഈ റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടികൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്നലെ കോഴിക്കോട് മൊബൈൽ ഫോൺ ഓണായി എന്നുള്ളതായിരുന്നു. പിന്നാലെ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചപ്പോഴാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് എടവണ്ണ സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിമ്മിൽ നിന്നും പെൺകുട്ടികൾ കാണാതാവുന്നതിന് തൊട്ട് മുൻപ് പല തവണയായി മാറി മാറി ഫോൺ കോൾ വന്നു വരും പോലീസിനെ അറിയുന്നു. അങ്ങനെ പോലീസ് ഈ എടവണ്ണ സ്വദേശിയായിരിക്കുന്ന മഞ്ചേരിയിൽ ജോലി ചെയ്യുന്ന യുവാവുമായി അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കുന്നു. അങ്ങനെ മുംബൈയിലാണെന്നുള്ള കാര്യത്തിലേക്ക് പോലീസിന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം പോലീസിൽ ലഭിക്കുന്നു. അപ്പോഴും പോലീസിനുണ്ടായിരുന്ന സംശയം ഈ പെൺകുട്ടികൾ ഈ യുവാവിനൊപ്പം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. കാരണം ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, യുവാവിന്റെ മൊബൈൽ ഫോൺ മാത്രമായിരുന്നു ഇങ്ങനെ ഓണായി കിടന്നൊരു സാഹചര്യം ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മുംബൈയിലെ ഈ സെലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം 24 പുറത്തുവിട്ടുകൊണ്ട് പെൺകുട്ടികൾ മുംബൈയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം, ഒരു വിവരവും നിലവിൽ പുറത്തുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി സ്വാഭാവികമായും പോലീസിന് മുംബൈ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ പെൺകുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ 24 കൃത്യമായ ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ പെൺകുട്ടികൾ ധരിച്ച വസ്ത്രത്തിന്റെ കളർ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പെൺകുട്ടികൾ ഈ സലൂണിൽ എത്തിയ സമയത്തും ഇന്നലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്തും ഒരേ വസ്ത്രം തന്നെയാണ് ധരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതിൽ. കറുത്ത വസ്ത്രം ധരിച്ചതാണ് അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി. മറ്റൊരു കൂടെയുള്ള പെൺകുട്ടിയാണ് ഈ ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടി. സ്വാഭാവികമായും പെൺകുട്ടികൾ നേരത്തെ തന്നെ കരുതി കുട്ടിക്കൊണ്ട് മുങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ നാട് വിടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം വീട്ടിൽ നിന്നും സ്കൂൾ യൂണിഫോമിൽ ഇറങ്ങുന്ന പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് വസ്ത്രം മാറുന്നു. ഈ ഷഹദയുടെ അനിയത്തിയുടെ സഹോദരിയുടെ വസ്ത്രം ബാഗിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കുടുംബക്കാർ നൽകുന്നുണ്ട്. കാരണം ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യം കാണുമ്പോൾ ഈ ഷഹദ ധരിക്കുന്ന വസ്ത്രമല്ല ആ കുട്ടി ധരിച്ചത്, മറിച്ച് ആ കുട്ടിയുടെ സഹോദരിയുടെ വസ്ത്രമാണ് ധരിച്ചതെന്ന് ഒരു ബന്ധു നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് ഈ പെൺകുട്ടികൾ നാട് വിട്ടത് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് 100% ഉറപ്പാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും മുംബൈ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് തന്നെ തിരച്ചിലിന് തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. 16 വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികൾ മുംബൈയിൽ എത്ര നേരം ഇങ്ങനെ മാത്രം സഞ്ചരിക്കും അല്ലെങ്കിൽ മാത്രം എങ്ങനെ ചിലവഴിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ കാര്യമായ പണമില്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവർക്ക് സഞ്ചരിക്കാനായത്? മാത്രമല്ല ഭക്ഷണവും ഒക്കെ തന്നെ കഴിക്കേണ്ടതുണ്ട്. അതിനുള്ള പണമൊക്കെ തന്നെ പെൺകുട്ടികൾക്ക് എവിടെ നിന്ന് ലഭിച്ച് ഈ യുവാവിൽ നിന്ന് ലഭിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. യുവാവിനെ കൃത്യമായി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ എങ്ങനെ എത്തി, എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ തിരിച്ചറിയാനാകും, കണ്ടെത്താനാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് പോലീസും മുന്നോട്ട് വെക്കുന്നത്. എസ്കേൻ, ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്. എന്തായാലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കേണ്ട നമ്പർ 9048981938 ആണ്. 9048981398 നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുണ്ട്. ഈ കുട്ടിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഈ വാർത്താ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം വീട്ടിലേക്ക് വിളിക്കുക, മടങ്ങി വരിക, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് അവരോട് വിവരം പറയുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9048981938.